ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം ഏകദേശം രാവിലെ 4 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഒരു വെഡ്ഡിങ്ങിന് പോവാണ്. അപ്പോൾ വെഡ്ഡിങ്ങിന് പോകുന്ന കൂട്ടത്തിൽ ഒരു ട്രിപ്പ് പോലെ പോകാമെന്ന് വെച്ചു. ബാഗും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്തു. ഞങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. എൻ്റെ കസിൻ ബ്രോയായ ജിൽസനും ജിൽസൻ്റെ വൈഫും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഫൈനലി അവർ വന്നു. രാവിലെ ആയതുകൊണ്ട് ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. സോ നമ്മൾ നേരെ തന്നെ ജസ്റ്റ് ഒന്ന് കാപ്പി കുടിക്കാനൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവിടുന്ന് യാത്രയായി. ആക്ച്വലി ഞങ്ങൾ പോകുന്നത് ചിക്കമംഗളൂരു എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു സക്ലേഷ്പുര എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. അവിടെ ആക്ച്വലി ഞങ്ങൾ കഴിച്ചത് മസാല ദോശയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത്തിരി എക്സ്പെൻസീവ് ആയിരുന്നു. 4 മസാല ദോശയ്ക്കും 3 കോഫിക്കും കൂടെ അവർ വാങ്ങിയത് 1200 റുപ്പീസാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കണ്ടു, ഒരു വൈറ്റ് റിട്രീവർ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അവനെ കണ്ടപ്പോൾ, അവളാണെന്ന് അറിയത്തില്ല, കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ജാക്കപ്പനെ ഓർമ്മ വന്നു. ഞങ്ങൾ കുറച്ചു നേരം അതിനോട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും യാത്രയായി. പിന്നീട് ഡാഡയാണ് വണ്ടി ഓടിച്ചത്. കാരണം ഡാഡ റെയർ ആയിട്ടാണ് കാറൊക്കെ ഓടിക്കുന്നത് കാണുന്നത്. സോ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ഞാനിങ്ങനെ സീറ്റ് ബെൽറ്റിലൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ഇതൊക്കെ ആയിട്ടാണ് ഇരുന്നത്. സോ കൊള്ളായിരുന്നു, നൈസായിരുന്നു. ഡ്രൈവിംഗ് ഒക്കെ പൊളിയായിരുന്നു. പക്ഷേ സ്പീഡ് വരുമ്പോൾ മാത്രം എനിക്ക് ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അല്ലാത്തപ്പം കൂളായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് അങ്ങോട്ട് ഓടിച്ച് വന്നപ്പം പിന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര കൂളായി. എനിക്ക് പിന്നെ ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പിന്നെ പതുക്കെ സംസാരിച്ചൊക്കെ പോയി. ഫൈനലി ഞങ്ങൾ സക്ലേഷ്പുരയിലെത്തി. ഇപ്പം ഞങ്ങൾ റൂം തപ്പി നടക്കുവാണ്. ലാസ്റ്റ് ഞങ്ങൾക്കൊരു റൂം കിട്ടി. ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് ഫ്രഷ് ഒക്കെ ആയി അടുത്തൊരു സ്പോട്ടിലോട്ട് പോകുവാണ്. ഇത് വന്നിട്ട് ഇവിടെ നിയർ ബൈ ഒരു മഞ്ചേഹള്ളി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ്. പക്ഷെ പോകുന്ന വഴിക്ക് ഭയങ്കര മഴയാണെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് മഴ സ്റ്റാർട്ട് ചെയ്തത്. സോ നമ്മൾ കുടയും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ആ ഒരു വാട്ടർഫോൾസിലോട്ട് അറൗണ്ട് ഒരു 1 കിലോമീറ്റർ നടക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ 4 പേരും ഫുൾ നനഞ്ഞാണ് അങ്ങോട്ടേക്ക് നടന്നു പോയത്. ആക്ച്വലി ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. കാരണം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ഇങ്ങനെ മഴയത്ത് നടന്നു പോവുക എന്നുള്ളത്. സോ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ആ മഴയത്ത് കൂടെ ഫുള്ള് നടന്നു പോയത്. എനിക്കൊന്ന് 1 കിലോമീറ്ററിനേക്കാളും കൂടുതൽ ഞങ്ങൾ നടന്നെന്ന് തോന്നുന്നു, അറിയത്തില്ല. പക്ഷേ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫൈനലി ഞങ്ങൾ ആ ഒരു മഞ്ചേരി ഫോൾസിലെത്തി. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു വാട്ടർഫോൾസ് അല്ലായിരുന്നു. ഒരു കിടുകാമണി പോലത്തെ ഒരു വാട്ടർഫോൾസ്. ഇത് വാട്ടർഫോൾസ് ആണോ എന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെയല്ല, വാട്ടർഫോൾസ് നമ്മൾ മോളിൽ നിന്നൊക്കെ ഇങ്ങനെ വീഴുന്നൊരു സംഭവമാണല്ലോ ഭയങ്കരമായിട്ട്. പക്ഷെ ആരും തന്നെ ഇല്ലായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരു 4 പേര് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. എന്തായാലും എനിക്ക് വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സ്പോട്ടാണ്, വെള്ളത്തിൽ കളിക്കുക എന്നൊക്കെ പറയുന്നത്. സോ ഞാൻ മാക്സിമം അവിടെ ഭയങ്കരമായിട്ട് വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ ആ ഒരു നനഞ്ഞ ഡ്രസ്സ് തന്നെ തിരിച്ചു പോയി. ഞങ്ങൾക്ക് പിന്നെ ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു. ഓൾറെഡി ഉച്ചയൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഞാനൊരു ഫ്രൈഡ് റൈസ് കഴിച്ചു. പിന്നെ ഡാഡ അവരൊക്കെ വേറെ സ്നാക്സും കാര്യങ്ങളും പിന്നെ ദോശയൊക്കെ തന്നെ കഴിച്ചു. ഫൈനലി ഞങ്ങൾ ഹോട്ടലിൽ തിരിച്ചെത്തി. പിന്നെ ഞങ്ങൾ വെഡ്ഡിങ്ങിൽ പോകാനുള്ള പ്രിപ്പറേഷനിലൊക്കെ ആയി. ഞാൻ പിന്നെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യാനുള്ള ഒരിതിലാണ്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഏതായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു സിമ്പിൾ മേക്കപ്പ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ മേക്കപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ ആ ഒരു വെഡ്ഡിങ് പ്ലേസിലെത്തി. ഇവിടെ കല്യാണച്ചക്കൻ വന്നിട്ട് ഞങ്ങളുടെ കമ്പനിയിലെ TL ആണ്. ആൻഡ് ഓൾസോ ഡാഡേൻ്റെയും ജിൽസൻ്റെയും ബെസ്റ്റ് ബഡിയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫീസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പെണ്ണിനെയും ചെക്കനെയും കാണാൻ വേണ്ടിയിട്ട് സ്റ്റേജിലോട്ട് കയറി. അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കഴിച്ചാണ്. അറൗണ്ട് 10 o'clock ഒക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് റൂമിൽ വന്നു. നാളെ നമുക്ക് വേറെ സ്പോട്ടിൽ പോകാനുണ്ട്. സോ നേരത്തെ എണീക്കണം. അപ്പം നാളത്തെ വീഡിയോ ഞാൻ വേറൊരു പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ശരി, ടാറ്റാ, ബൈ.